ഹലോ എല്ലാവർക്കും വല്ലു ലാഡുവല്ല അല്ലീസ് വേൾഡ് ഇതിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ് അല്ല അല്ലിയെ ഞാനെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വീണ്ടും ആഗ്രഹം ടാറ്റു ചെയ്യണമെന്ന്. എന്റെ കണ്ണന്റെ ടാറ്റു ഉണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ടാവും. ഒരു 2001 തോന്നുന്നു, 4-5 വർഷം. 2021 ഞാൻ ചേച്ചിയുടെ മുമ്പ് ഞാൻ ചെയ്തു, അങ്ങനെ ചെയ്തു. ഇപ്പൊ എനിക്ക് ഇവിടെ കട്ടയ്ക്കാവാൻ പോവല്ലേ, കട്ടയ്ക്കല്ലേ മസിലൊക്കെ പഠിക്കാൻ വേണ്ടി പോവല്ലേ, ഇത് ജിമ്മിനൊക്കെ പോകണ്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ചെയ്യണം ഒരാഗ്രഹം. അപ്പൊ എന്റെ തീം എന്ന് പറയുന്നത് രാധേകൃഷ്ണ. അണ്ണനെ വിട്ടുള്ള കയ്യില്ല, അല്ല രാധേകൃഷ്ണ ലെറ്റർ ആണല്ല, ചെറുതാ ചെറുതാ. ഇവിടെ ജസ്റ്റ് അടിക്കുക, രസം മാത്രം. മെയിനായിട്ട് എന്റെ ഇല്ല അല്ല ലേച്ചി കാര്യം, വേറൊരാളുണ്ട് അത് ലേച്ചി പറയും. സസ്പെൻസ് പൊളിച്ചോ ചേച്ചി? ഞാനിപ്രാവശ്യം പോണില്ല, കാരണം എനിക്ക് വയ്യ വേദന തിന്നാൻ. കാശ് കൊടുത്ത് വേദന ഞാൻ വയ്യ. കൂടെ വേദനയുണ്ട്, പോരാത്തതിന് കാലും ഒരു ഇത് വെക്കിട്ടിരിക്കണത്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മൂല തട്ടിയിട്ടേ കാല് ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നം. അതിന്റെ വേദന തിന്ന് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അടുത്ത വേദന തിന്നോട്ട് എനിക്ക് വയ്യ. അപ്പൊ അത് കാരണം ഇപ്രാവശ്യം ആരാന്നറിയാം ടാറ്റു അടിക്കാൻ വരുന്നത്? ചേച്ചിയാണ് ഇപ്രാവശ്യം ടാറ്റു അടിക്കാൻ വരുന്നത്. എന്തായാലും വളരെ നല്ല സുഖമുള്ള വേദനയാണ്. ഭഗവാന്റെ ഭയങ്കരതാ, സൂപ്പറാ. ഒരു കുടുംബ അറിയോ, ശിവനും ദേവിയും മുരുകനും വിഘ്നേശ്വരനും ഭയങ്കര. നാലാളും കൂടിയിട്ട് ചേച്ചിക്ക് അനിയത്തിക്ക് ആശംസകൾ, ടാറ്റു ആശംസകൾ. നമ്മുടെ അന്തുട്ടനാണ് കാറിൽ കൊണ്ടുപോകുന്നത്. അന്തോ അവനും അടിച്ചു കൊള്ളാലേറ്റിരിക്കണ് ടാറ്റു. ചെലപ്പോ അതെ ഒരു കാര്യണ്ട്, ചെലപ്പോ ഞാൻ അടിച്ചുകൂടാന്നില്ല കേട്ടാ. ചേച്ചിയുടെയും അനിയത്തിയുടെയും ഇൻസ്പിറേഷൻ കയറിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ചെലപ്പോ ഞാൻ കൂടെ പോവാണ്, വെറുതെ പോവാണ്. അടിക്കണില്ലേ സണ്ണ അടിക്കണേ? എന്തേ അത് കൊറേ അടിച്ചു വെച്ചിട്ടുണ്ട് കണ്ടാ, ഇവിടെ സ്ഥലമില്ല വലിയ പണത്തിനാണ്, അത് കാരണമുള്ള കഴിയാണ് എനിക്ക്. അപ്പൊ രാധേകൃഷ്ണ അടിക്കാം. ശരി വാ. തൃപ്രയാറ് മറ്റേ ആത്മാവിന്റെ അവിടെയാണ് കിഷൻ, നമ്മുടെ സ്വന്തം കിഷന്റെ ടാറ്റു ലൈവിലെ ടാറ്റു അവിടേക്ക് പോണത്. ഭദ്രക്കുട്ടി പോയിണ്ടായിരുന്നു അവിടെ. ഭദ്രക്കുട്ടി ഒരു 3 മാസം മുമ്പ് പോയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴാണ് പോണത്. ഞങ്ങള് വലപ്പാടല്ല കോതകുളത്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത്. കോതകുളത്താണ് അന്ന് പോയി ചെയ്തിരുന്നത്. ഇപ്പൊ തൃപ്രയാർക്ക് മാറ്റി. ഓക്കെ പോട്ടെട്ടാ. ഹലോ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ടാറ്റു അടിച്ചിരുന്ന ആൾ തന്നെയാണ് കിഷനില്ല അല്ലേ? അതെ അല്ലേ? എന്നാ വരിക? ശനിയാഴ്ച. അയ്യോ, കിഷനപ്പൊ മിസ് ചെയ്തു. ഇവിടെ കുത്തണം, എല്ലായിടത്തും കുത്തണം. ഇങ്ങോട്ട് വരിക ലൈവ്. എനിക്കറിയാലോ.
ആശിക്ക് ടെൻഷൻ ഉണ്ടാവും. ആശി ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. മുഖത്തും പ്രശ്നം. അപ്പൊ ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മള് എന്താ പറയാ ഉച്ചയ്ക്കായിരുന്നു വലിയ ആശിച്ചും കൂടി ടാറ്റു പഠിക്കാൻ പോയത്. അപ്പൊ എനിക്ക് അവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൂടാതെ കുറേ നേരം എടുക്കുന്നു പറഞ്ഞു ആശിച്ച്. വലിയ പറഞ്ഞു പിന്നെ അത് പ്രിന്റ് എടുക്കണം, വരയ്ക്കണം. അപ്പോൾ ചേച്ചി പോയിക്കും. അപ്പോൾ എനിക്ക് വൈമാളിൽ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ചെറിയ ഷോപ്പിംഗ്. പിന്നെ അതുകൂടാതെ ഞാൻ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫുഡ് ബ്ലോഗർ ഇല്ലേ, നമ്മുടെ ഋഷിയും ദീപുവിനെയും ഞാൻ കണ്ടു വൈമാളിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. വളരെ സന്തോഷമായി. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവരെ. അപ്പോൾ അവരെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതാ വലിയ ഇടയപ്പോൾ വിളിച്ചു, അവളവിടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ തൃപ്രയാറിലെ ഒരു ടാറ്റു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ലൈവ് ഓക്കെ. ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൃഷ്ണൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ തന്നെ അവർ തൃപ്രയാർക്കാക്കി. അപ്പോൾ ടാറ്റു അടിക്കാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ബൈസെപ്സിലാണ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ജിമ്മൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് വരില്ലേ, സൂപ്പറാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ടാറ്റു അടിച്ചിട്ട് കാണാം. എൻ്റെ ഒപ്പം തന്നെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, ആ ചേച്ചി ഉണ്ട് ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടാറ്റു വിശേഷങ്ങളൊക്കെ പോകാം. ഓക്കെ, എൻ്റെ ടാറ്റു അടിച്ചു കഴിഞ്ഞു. എൻ്റെ അടിച്ച ആൾ ഷെമിലാണ്. ഷെമിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ദേ ആ ചേച്ചിയെ ഇവിടെ നോക്കിയേ, ആ ചേച്ചിക്കാണ് എൻ്റെ ഉള്ളതൊക്കെ നിൽക്കുന്നത്. തൊഴാൻ പോകണം. അപ്പോൾ ചെയ്യാൻ പോകണം. എങ്ങനെയുണ്ട്? പേടിയുണ്ടാ? ചെയ്യാൻ നോക്കാം. ആശേ വേലുണ്ടാ? അതിനുണ്ട് കഴിക്കാം അല്ലേ? എന്തൊന്നും വേണ്ടില്ലല്ലോ. അങ്ങനുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നോക്കട്ടെ വേണ്ടിട്ടാണ്. ആശയെ ഞാൻ എങ്ങനെയുണ്ട്? ആശയുടെ മുഖമാകെ വടിഞ്ഞു മുളുങ്ങിയിരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇതുണ്ട്, അത് പിടിച്ചിരിക്കുക വീടെടുക്കണതുണ്ട്. അനുഭവം സഹിച്ചുട്ടാ. ഷെമിലാണ്. ഷെമില സൂപ്പർ വർക്ക്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ആശയെ? ആശ്രയ വേഗം കഴിഞ്ഞു കേട്ടോ, ഒരു അരമണിക്കൂർ അമ്മ ആശ്രയ കഴിഞ്ഞു. വലിയ ആന്റി അപ്പം വിളിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ആശിച്ചിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. രണ്ടുപേരും കൂടി, അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ടൈമാണ്, ആശിച്ച് ഫസ്റ്റ് ടൈമാണ്. രണ്ടുപേരും കൂടി അടിപൊളിയായിട്ട് നല്ല രസത്തിലായിട്ടുണ്ട് അവരെ അടിച്ചേക്കുന്നത്. അപ്പം നമുക്കത് കാണാം. പിന്നെ ഞങ്ങളിപ്പോൾ ബാഹുബലി ദ എപ്പിക്, ബാഹുബലിയുടെ ഫസ്റ്റും സെക്കൻഡും കൂടിയിട്ട് ഇന്ന് റിലീസാണ്. ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്
ബാഹുബലി ഒരുമിച്ച് കണ്ടാൽ എങ്ങനെയാ. കാരണം ആദ്യം ഫസ്റ്റ് പാർട്ട് ഇറങ്ങി പിന്നെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി, രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഒരു ദിവസം കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിപ്പോൾ തിയേറ്ററിൽ വന്നേക്കാം. അപ്പോൾ ഞങ്ങളുടെ ടിങ്കൻസ് എല്ലാവരും ഉണ്ട്, എല്ലാ പിള്ളേഴ്സും ഉണ്ട്. എല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കാണാൻ പോവാട്ടാ. അപ്പോൾ രാത്രിയിലത്തെ വീഡിയോയിലേക്ക് പോവാട്ടാ. ബാ ശിച്ചിയും ഷാണു വല്യം ഒക്കെ അവര് ബിബിയുടെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടാ. എന്നിട്ട് ആ മേക്കപ്പ് കഴിഞ്ഞാൽ നോക്കട്ടെ. സ്ലോ മോഷനില് തിരിയല്ല, മുടിയിടാനും താടിയിടാനും സൗകര്യം കൊടുക്കാത്ത ഭാര്യയാണ് ഞാൻ. നോക്കട്ടെ കുട്ടി, നോക്ക് നോക്ക് നോക്ക്. ഈ സൈഡിൽ ഇരുട്ടില്ല, ഈ സൈഡിൽ. അതന്നെ, യെസ്. ഇപ്പം ശരി. നോക്കട്ടെ കുട്ടി, കണ്ടിട്ടില്ലേ നീ? കണ്ടിട്ടില്ല ഇതുവരെ, കാണണം ആദ്യമായിട്ട്. എന്താ പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല പടമാണ്. പുതിയൊരു ശരിക്കും ഇങ്ങനെ ഇറക്കിയാൽ മതിയായിരുന്നു അല്ലേ? അധികന്മാരും കാണാത്തൊരു കഥയാണ്. സൂപ്പറായില്ലേ? വളരെ നന്നായിട്ട് പ്രഭാസൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണേന്ന് എന്താ പറയാള്? പറയും ഉണ്ണേന്ന് എന്താ പറയാള്? നല്ലൊരു 4 മണിക്കൂർ അല്ലേ? 4 മണിക്കൂർ